സീനിയർ ഗ്രേഡിന്റെ 25ാമത്തെ പാഠം ബന്ധങ്ങൾ പുനഃസ്ഥാപിപ്പിക്കുക. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 9 വരെ. ഭാരതത്തിന് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യം. ആ പാരമ്പര്യം വളരെ മികച്ച ഉയർന്ന സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ ലോകം മുഴുവനും ഒരു കുടുംബം എന്നുള്ള ഒരു സന്ദേശം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള സന്ദേശം ഭാരതത്തിന് ഈ ലോകത്തെ പഠിപ്പിക്കാനായിട്ട് കഴിയും. അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഇന്നത്തെ പാഠങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ. ലോകം മുഴുവനും ഒരു കുടുംബം ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. എന്നെ പ്രസവിക്കാത്ത ഒരുപാട് സ്ത്രീകൾ എൻ്റെ അമ്മമാരായുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂടെ പിറക്കാത്ത ഒരുപാട് ആളുകൾ എൻ്റെ സഹോദരങ്ങളായിട്ടുണ്ട്. എൻ്റെ പിതൃസ്ഥാനത്ത് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണെന്നും ഈ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ് എന്നുമുള്ള ഒരു സന്ദേശമാണ് ഭാരതം നൽകുന്നത്. വസുദൈവ കുടുംബകം എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ അതിനെ പറയും. എന്നാൽ ഈ ഒരു സന്ദേശത്തിന് വിപരീതമായിട്ടാണ് ഭാരതത്തിലെ മനുഷ്യർ ജീവിക്കുന്നത്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ജീവിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ലോകം മുഴുവനും ഒരു കുടുംബമെന്ന് കണ്ട് ലോകത്തിലെ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണേണ്ട മനുഷ്യർ സ്വന്തം വീട്ടിനുള്ളിലെ സ്വന്തം സഹോദരങ്ങളെ പോലും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു വേദഭാഗമാണ് നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വേദഭാഗം. ആദാമിന്റെയും ഹവ്വയുടെയും ആദ്യത്തെ 2 മക്കൾ കയീനും ഹാബീലും. അവർ രണ്ടുപേരും ദൈവത്തെ പ്രസാദിപ്പിക്കാനായി യാഗം കഴിക്കുന്നു. എന്നാൽ ഹാബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നു, കയീനിന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അത് അവർ തമ്മിൽ പിണക്കത്തിന് കാരണമാകുന്നു. അവർ തമ്മിൽ എന്നല്ല, കയീന് ഹാബേലിനോട് അസൂയ തോന്നാൻ അത് കാരണമായി തീരുന്നു. കയീൻ ഹാബേലിനെ കൊല്ലുന്നു. സഹോദരങ്ങൾ തമ്മിൽ നടന്ന ആദ്യത്തെ പിണക്കം, ആദ്യത്തെ ഈർഷ്യ, ആദ്യത്തെ അസൂയ അത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നു. ബന്ധങ്ങളിൽ വന്നുപോയ ഒരു വിള്ളൽ കൊലപാതകത്തിലേക്ക് നയിച്ചതാണ് നമുക്ക് ആ വേദഭാഗത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. കയീനും ഹാബേലും ഇവിടെ 2 പ്രതീകങ്ങൾ മാത്രമാണ്. കയീന്മാർ ഒരുപാട് പേർ ഈ ലോകത്തിലുണ്ട്, ഹാബേലുമാർ ഒരുപാട് പേർ ഈ ലോകത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ട ആളുകളല്ല. ഒരുപക്ഷെ എല്ലാ വീടുകളിലും, ഭൂരിഭാഗം വീടുകളിലും കയീനും ഹാബേലും തർക്കങ്ങൾ ഇങ്ങനെ ചെറിയ തോതിലും വലിയ തോതിലും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. വേദപുസ്തക ചരിത്രകാരന്മാർ ഇതിന് കുറെ കൂടി വലിയ മാനം നൽകുന്നുണ്ട്. അതിന് നൽകുന്ന മാനം ഇങ്ങനെയാണ്: ഇത് 2 വ്യക്തികൾ മാത്രമുള്ള സംഘർഷം എന്നല്ല, 2 സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷമായി ഇതിനെ വേദപുസ്തക ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ഇടയന്മാരും കർഷകരും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നവരുണ്ട്. നമുക്കറിയാം, കയീനും ഹാബേലും രണ്ടുപേരും ചെയ്തിരുന്ന തൊഴിൽ വ്യത്യസ്തമായിരുന്നു. ഒരാൾ കൃഷിപ്പണിക്കാരനും മറ്റൊരാൾ ആട്ടിടയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് 2 സമൂഹങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. 2 സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു നേർചിത്രമാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, പ്രത്യേകിച്ച് പഴയ നിയമ ദൈവശാസ്ത്രജ്ഞന്മാർ. ആരാണ് ഇടയന്മാരെന്ന് ചോദിച്ചാൽ അവർ നാടോടികളാണ്. എവിടെയൊക്കെ മേച്ചിൽപ്പുറങ്ങളുണ്ട് എന്ന് നോക്കി അവരിങ്ങനെ സഞ്ചരിച്ച് ആടുകളെ ഇങ്ങനെ മേയിച്ച് മേച്ചിൽപ്പുറങ്ങൾ നോക്കി ഫലഭൂയിഷ്ഠമായ, പ്രത്യേകിച്ച് ആടുകൾക്ക് ആഹാരമുള്ള സ്ഥലങ്ങൾ നോക്കി ഇങ്ങനെ യാത്ര ചെയ്ത് ആടുകളെ പരിപാലിക്കുന്ന ആളുകൾ. എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരും ഭൂമിയുടെ അവകാശികളല്ല, പക്ഷെ അവർ കുടിയേറി പാർത്തവരാണ്. എവിടെയാണോ വെള്ളമുള്ളത്, എവിടെയാണ് കൃഷി ചെയ്യാൻ അനുയോജ്യം എന്ന് നോക്കിയിട്ട് അവിടെ കുടിയേറി പാർക്കുന്ന ആളുകളാണ് കർഷകർ. തത്വത്തിൽ 2 പേരും ഭൂമിയുടെ അവകാശികളല്ല. ഒരു കൂട്ടർ ആടുകളെ പരിപാലിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് മേച്ചിൽപ്പുറങ്ങൾ തേടി കടന്നു വരുന്നു. മറ്റൊരു കൂട്ടർ വെള്ളം എവിടെയുണ്ട്, കൃഷിക്ക് അനുയോജ്യമായ വെള്ളവും മണ്ണും എവിടെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അവിടെ കുടിയേറി പാർക്കുന്നു. ഈ 2 പേരും തമ്മിലുള്ള തർക്കങ്ങൾ പഴയ നിയമത്തിലെ ആ ചരിത്ര നൂറ്റാണ്ടുകളിൽ
വളരെ പതിവായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇങ്ങനെ കുടിയേറി പാർത്ത കർഷകരും നാടോടികളായ ഇടയന്മാരും തമ്മിലുള്ള സംഘർഷവും അഭിപ്രായ വ്യത്യാസവും അന്ന് ചരിത്രത്തിൽ നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ ഒരു വലിയ സംഭവത്തെയാണ് കയീൻ ഹാബേൽ എന്നുള്ള രണ്ട് കഥാപാത്രങ്ങളിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് നമ്മുടെ ലോകരാജ്യങ്ങളിലേക്ക് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇതാണ്. എന്നാൽ പല രാജ്യങ്ങളും അവരുടെ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്ന തുക ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് മിലിറ്ററി എക്യുപ്മെന്റ്സിന് വേണ്ടിയാണ്, അവരുടെ ഡിഫൻസ് ഫോഴ്സിന് വേണ്ടിയാണ്, പട്ടാളക്കാർക്ക് വേണ്ടിയാണ്. ഒരു ഭാഗത്ത് കോടിക്കണക്കിന് ആളുകൾ ആഹാരം കിട്ടാതെ വെള്ളമില്ലാതെ മരിച്ച് വീണുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഇവർക്ക് ആഹാരം കൊടുക്കേണ്ടുന്ന തുക പോലും ഉപയോഗിച്ച് നമുക്ക് മിസൈലുകളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ബോംബുകളും ഒക്കെ വാങ്ങേണ്ടി വരുന്നു. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണെങ്കിലും അവർ സഹോദരങ്ങളാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഭാരത ദർശനവും അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ രാജ്യങ്ങൾ എന്നുള്ള വേർതിരിവ് എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ജനത്തിന്റെ കുറെ കൂടി കാര്യപ്രാപ്തിയുള്ള ജീവിതത്തിന് വേണ്ടിയാവും. നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാനങ്ങളായും, സംസ്ഥാനങ്ങളെ ജില്ലകളായും, ജില്ലകളെ പിന്നെ പഞ്ചായത്തുകളായും, മുനിസിപ്പാലിറ്റികളായും, ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നുള്ളതിനെ പിന്നീട് വാർഡുകളായും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 വാർഡിലെ താമസക്കാരാണ് എന്നതിനർത്ഥം ശത്രുക്കളെന്നല്ല. 2 ജില്ലയിലെ താമസക്കാരെന്നതിനർത്ഥം അവർ രണ്ടുപേരും ശത്രുക്കളെന്നുമല്ല. 2 സംസ്ഥാനങ്ങളിലെ താമസക്കാരെന്നാൽ അവർ എപ്പോഴും പക കാത്തു സൂക്ഷിക്കണം എന്ന അർത്ഥമില്ല. അതുപോലെ തന്നെയാണ് 2 രാജ്യത്തിലെ അംഗങ്ങളും. 2 രാജ്യത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് പരസ്പരം പോരടിക്കണം എന്നൊരു നിയമമില്ല. പക്ഷേ ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത്തരത്തിലുള്ള അതിർത്തി തർക്കങ്ങളും യുദ്ധത്തിനായിട്ടുള്ള മുറവിളികളും തന്നെയാണ്. ഇത് പറയുമ്പോൾ തന്നെ പട്ടാളമില്ലാത്ത രാജ്യങ്ങളുണ്ട്, പോലീസ് ഇല്ലാത്ത നാടുകളുണ്ട് എന്നുള്ളതും നമ്മളെപ്പോഴും ഓർക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സിന് വേണ്ടി നമുക്ക് ഇത്രയും പണം നീക്കി വെക്കേണ്ടി വരുന്നത്? ഒരു ഭാഗത്ത് ആളുകൾ ആഹാരമില്ലാതെ മരിച്ചു വീഴുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത്രയും കാശ് നമുക്ക് നീക്കി വെക്കേണ്ടി വരുന്നു? ഈ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള ഒരു വലിയ ദർശനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായി കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് അവരെ പേടിക്കേണ്ടി വരുന്നത്. സഹോദരങ്ങളെ നമ്മൾ പേടിക്കില്ല, മാതാപിതാക്കളെ നമ്മൾ പേടിച്ച് ഒന്നും ഒളിപ്പിച്ചു വയ്ക്കില്ല. പക്ഷേ മറ്റു രാജ്യക്കാരെ നമ്മൾ പേടിക്കുന്നുണ്ട്, പലപ്പോഴും അയൽക്കാരെ നമ്മൾ പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പേടിക്കേണ്ടി വരുന്നത്? അവരെ സഹോദരങ്ങളായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്, മാതാപിതാക്കളായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്, ബന്ധുക്കളായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ വൈരാഗ്യവും പകയും തുടങ്ങിയത് ആദി മാതാപിതാക്കളുടെ കാലം മുതൽക്കേ തുടങ്ങി. പക്ഷേ ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു സന്ദേശവുമായി ലോകത്തിൽ വരുമ്പോൾ അതിനെ വേണം നമ്മൾ സ്വീകരിക്കാൻ. ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള ഒരു ദർശനം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്, നമ്മുടെ നാട് നമുക്ക് നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് ഭാരതീയ പാരമ്പര്യം നമുക്ക് നൽകുന്നുണ്ട്. അതിനെ നമുക്ക് സ്വീകരിച്ച് ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്നുള്ള ദർശനം നമുക്ക് പിന്തുടരാനായിട്ട് കഴിയണം. അങ്ങനെ വരുമ്പോൾ പക ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, പിണക്കങ്ങൾ ഉണ്ടാവില്ല, കൊലപാതകങ്ങൾ ഉണ്ടാവില്ല, യുദ്ധങ്ങളും കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന വിഭവങ്ങളെ, പ്രത്യേകിച്ച് ധനത്തിന്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരത്തിൽ ലോകം മുഴുവനും ഒരു കുടുംബമാണ് എന്ന ദർശനത്തോടെ, ആ ഒരു ചിന്തയോടെ എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ് എന്നുള്ള ഉന്നതമായ ഒരു തത്വത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് ബന്ധങ്ങളെ പരിപോഷിപ്പിച്ച് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് കാശോ പദവിയോ അധികാരമോ അല്ല, ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ അറ്റുപോകാതെ, ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇന്നത്തെ മനപ്പാഠം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്ക് കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു.